അവരങ്ങനെ പറയത്തില്ലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാനല്ലേ പറയത്തുള്ളൂ. അപ്പൊ അവരങ്ങനെ പറയുന്നില്ലാത്ത കേസിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ ഹെയർ ഫാൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരാനും, ഡാൻഡ്രഫിനുള്ള ചിലപ്പോൾ ഷാമ്പു ആയിരിക്കും നിങ്ങൾ മുന്നേ യൂസ് ചെയ്ത് എന്നിട്ടായിരിക്കും കണ്ടീഷണർ വാരി പൊത്തുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുണവും ഇല്ലെന്നുള്ളതാണ്. മനസ്സിലായോ? ഈ നമ്മുടെ ഡാൻഡ്രഫ് ഒരിക്കലും പോകത്തില്ല നമ്മൾ കണ്ടീഷണർ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പോകത്തില്ല. സോ ഹെയർ ഫാൾ ഉണ്ടാവാനും ഹെയർ ഭയങ്കര തിന്നായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് നമ്മൾ കണ്ടീഷണർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ ഇടുന്നത് കൊണ്ട്. എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടീഷണർ എപ്പോഴും നമ്മുടെ തലമുടിന്റെ പകുതി തൊട്ട് താഴത്തോട്ട് വേണം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പകുതി പേരും ചെയ്യുന്ന സെയിം കാര്യം എല്ലാവർക്കും അറിയാം എന്നാലും ചെയ്യുന്നതാണ്, നനഞ്ഞ മുടി ചീവരുത്. നനഞ്ഞ മുടി ചീവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ രീതി വെച്ചിട്ട് തോർത്ത് വെച്ചിട്ട് ഈ അടി അടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഈ നമ്മൾ നനഞ്ഞ മുടി ചീകുമ്പോൾ ഒത്തിരി മുടി അങ്ങ് കൊഴിഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ ആ മുടി കൊഴിയാറൊന്നും ആയിട്ടുണ്ടാവില്ല, ഒട്ടും മെച്ചൂർഡ് ആവാത്ത ഹെയർ കൂടെ ആയിരിക്കും നമ്മളൊന്ന് റഫായിട്ടൊന്ന് ചീവുമ്പോൾ ആ കൂടത്തിൽ അങ്ങ് പോകുന്നത്. സോ ഒരിക്കലും ചെയ്യരുത് നനഞ്ഞ മുടി നല്ല രീതിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യമാണ് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കോംബ് ചെയ്ത് കൊടുക്കുക. അതും എങ്ങനെ ചെയ്യാം, ഈ താഴത്തു നിന്ന് ഈ ടാങ്കിൾസ് എപ്പോഴും നമ്മൾ, അതായത് ഈ ചേട്ടൻ നമ്മൾ എപ്പോഴും താഴത്തു നിന്ന് മേലോട്ട് തീർത്ത് കീറുക. മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ചെട തീർക്കരുത്. എനിക്കൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഇപ്പോഴും ഇവിടുന്നാണ് ചെട തീർക്കണത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ മുടി കൂടുതൽ പോകും. ഇപ്പൊ 10 മുടി കൊഴിയണം നോർമലി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ പരിപാടിക്ക് 20 മുടി പോകും. ഈ 20 മുടി പല തവണയാകുമ്പോൾ എത്ര മുടിയാവും? മനസ്സിലായോ? മൊട്ടയാവും എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഹെയർ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ നല്ലൊരു എണ്ണ മേടിച്ച് തേക്കുന്നുണ്ട്, നല്ല ഷാമ്പു മേടിച്ച് തേക്കുന്നുണ്ട് ഒക്കെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇമാതിരി മണ്ടത്തരം കാണിച്ചാൽ അത് ഒരു വഴി നമ്മൾ സേവ് ചെയ്യുന്ന അടുത്ത വഴി കൂടെ പോയിക്കൊണ്ടിരിക്കും. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കെയർ ചെയ്യുക നമ്മുടെ ഹെയറിന്. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുക, ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ ഹെയർ ഡ്രയർ വെച്ചിട്ടൊക്കെ മുടി ഉണക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ എപ്പോഴും ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യണം. സെറം നമുക്ക് കിട്ടും, ഹീറ്റ് പ്രൊട്ടക്ടർ സ്പ്രേ കിട്ടും, സെറം കിട്ടും. ഇതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. അതായത് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മുടി ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ട് ഈ സാധനം ഇങ്ങനെ പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കും. മുടിയുടെ അറ്റത്ത് നിന്നൊക്കെ പൊട്ടി പൊയ്ക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും ഈ ഹീറ്റ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നില്ല